ഹലോ ഗൈസ്, ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. ഞാൻ ഐഷേൻ്റെ അഭിരാമിയുടെ കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാറിങ്ങിയതല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സ്മാർട്ട് ബസാർ പോയതാണ്. കൂടെ ഞാനും കയറിപ്പോയി ചുമ്മാ ഒരു രസത്തിന്. എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു പരിപാടി കേട്ടോ ഈ വണ്ടി ഉന്തി കൊണ്ടുവന്ന പരിപാടി. ചെറുപ്പത്തിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ മൂന്നുപേരും ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ട് പറയായിരുന്നു, ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴായാലും നമുക്ക് അപ്പനും അമ്മ എന്ത് പറഞ്ഞാലും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിത്തരും. നമ്മൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കാറി പൊളിച്ചാലും അവർ ഉള്ളത് മുഴുവൻ ലാസ്റ്റ് വാങ്ങിത്തരും. പക്ഷേ ഇപ്പോൾ നമ്മൾ മാറിയൊക്കെ നിന്ന് സ്വന്തമായിട്ടൊക്കെ കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ പിശുക്കത്തരത്തിൻ്റെ അങ്ങേറ്റം കാണിക്കാനായിട്ട് തുടങ്ങി. ചെറിയ ചെറിയ സാധനങ്ങൾ എടുക്കായാലും അതിൻ്റെ വില നോക്കി ഏറ്റവും കുറവുള്ള വില ഏതാണോ അത് മാത്രം എടുക്കും. പിന്നെ ഹോസ്റ്റലേഴ്സിനൊരു പ്രത്യേകത കേട്ടോ, ഈ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ചിപ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ കൂടുതൽ എടുക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒഴിവ് സമയങ്ങളിൽ കുറയ്ക്കാൻ നല്ലത് അങ്ങനത്തെ സാധനങ്ങളാണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ അടിച്ചു. സ്മാർട്ട് ബസാറിൽ കിഡിലൻ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ എണ്ണത്തിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോയിൽ കയറി നേരെ അവരുടെ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ അവിടെ വെച്ച് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ചായ കുടിക്കണം. ജാസ്മിനിൽ പോയി ചായ കുടിച്ചു. ഞാനൊരു ലൈം ടീയും അവർ ചായയാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ ഭയങ്കര ഇംഗ്ലീഷായിരുന്നു. ആളെ ഞങ്ങൾ വൈറലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങി. ലാസിസി പോയിട്ടാണ് പൊറോട്ട കഴിച്ചത്. അപ്പോൾ നമ്മൾ റോട്ടിൽ ഇറങ്ങിയ സമയത്ത് ഒരു 7 മണി 7:30 8 മണി മാക്സിമം അത്രേ ടൈം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അന്നേരം നമ്മൾ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടെ ഉൾപ്രദേശം ആയതുകൊണ്ടുള്ള പ്രത്യേകതയാണോ എന്നറിയില്ല. തൃശ്ശൂരൊന്നും ആ ഒരു സമയത്ത് അങ്ങനെ ഇറങ്ങി നടക്കുന്നതുകൊണ്ടൊന്നും വലിയ സീനില്ല. അപ്പോൾ നമ്മൾ ഡിന്നർ പറഞ്ഞു വന്നത് ഡിന്നർ അടിപൊളിയായിരുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രം തൃശ്ശൂർ അടുക്കള.